നമസ്കാരം. 2026 ജൂൺ 21 മുതൽ ജൂൺ 27 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ക്ഷമയോടെയും സൗമ്യമായ സമീപനത്തോടെയും മുന്നോട്ടു പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വരവും ചിലവും ഒരുപോലെ അനുഭവപ്പെടുമെങ്കിലും ആസൂത്രിതമായ നീക്കങ്ങൾ ഗുണകരമാകും. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അനാവശ്യ തർക്കങ്ങളിലും എടുത്തുചാട്ട തീരുമാനങ്ങളിലും നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ തലവേദന, കണ്ണിൻ്റെ ക്ഷീണം, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരത്തിന് ചൂട് എന്നിവ ശ്രദ്ധിക്കേണ്ടതായി വരാം. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിശ്രമത്തിന് സമയം കണ്ടെത്തുകയും ചെയ്യണം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ജലദാനം നടത്തുന്നതും ഉത്തമമാണ്. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ സ്ഥിരതയും പ്രായോഗിക ബുദ്ധിയും നേട്ടങ്ങൾ സമ്മാനിക്കുന്ന സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് കഠിനാധ്വാനത്തിന് യോജിച്ച അംഗീകാരവും പുതിയ ഉത്തരവാദിത്വങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകളിൽ വഴി സാമ്പത്തിക പുരോഗതി കൈവരിക്കാനാകും. കുടുംബജീവിതത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായി വരാം. സ്വത്ത്, വാഹനം, ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ആലോചിച്ചുള്ള തീരുമാനങ്ങൾ ഗുണകരമാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കുന്നതിനാൽ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ തൊണ്ടവേദന, ജലദോഷം, അലർജി, കഴുത്ത്, തോൾ ഭാഗങ്ങളിലെ വേദന, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതായി വരാം. ഭക്ഷണക്രമത്തിലും ഉറക്കത്തിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഗുണകരമായിരിക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ആരാധന നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും അന്നദാനം നടത്തുന്നതും ഉത്തമമാണ്. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പ്രവർത്തനങ്ങളിലും ആശയവിനിമയങ്ങളിലും കൂടുതൽ സജീവത അനുഭവപ്പെടുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും മേലധികാരിയുടെ ശ്രദ്ധ, അംഗീകാരം എന്നിവ നേടാനും സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ബന്ധങ്ങളിലൂടെയും കരാറുകളിലൂടെയും നേട്ടങ്ങൾ ലഭിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം വർദ്ധിക്കുന്ന സൂചനകളുണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ടു പോകുന്നത് ഗുണകരമായിരിക്കും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ചില കാര്യങ്ങളിൽ എടുത്തുചാട്ട തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിയും. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ആരോഗ്യകാര്യങ്ങളിൽ നാഡീക്ഷീണം, ഉറക്കക്കുറവ്, ചുമ, ജലദോഷം, അലർജി, തോളിലും കൈകളിലും അനുഭവപ്പെടുന്ന വേദനകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ബുധനാഴ്ചകളിൽ മഹാവിഷ്ണു ആരാധന, വിഷ്ണു സഹസ്രനാമ പാരായണം എന്നിവ ഗുണപ്രദമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ ദാനം ചെയ്യുന്നതും ഗുണകരമാണ്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കുടുംബകാര്യങ്ങൾക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തും ജോലിസ്ഥലത്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കുകയും ചില പ്രധാന തീരുമാനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ടു പോകാനും പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ആസൂത്രിതമായ നീക്കങ്ങൾ
ഗുണകരമാവുകയും ചില പ്രതീക്ഷിക്കാത്ത വരുമാനങ്ങൾ ലഭിക്കുകയും ചെയ്യാം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്നതോടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാം. എന്നാൽ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ പ്രായോഗികമായി ചിന്തിക്കുന്നത് ഗുണകരമായിരിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, വയറുവേദന, ജലാംശക്കുറവ്, നെഞ്ചരിച്ചിൽ, മാനസിക പിരിമുറുക്കം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിന് വിശ്രമിക്കുകയും ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ജലധാര നടത്തുന്നതും ഗുണകരമായിരിക്കും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ആത്മവിശ്വാസവും നേതൃത്വപാഠവും കൂടുതൽ പ്രകടമാകുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാനും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മേലധികാരികളിൽ നിന്നും സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നും അനുകൂലമായ പിന്തുണ ലഭിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഇടപാടുകളും ലാഭകരമായ തീരുമാനങ്ങളും കൈക്കൊള്ളാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും സംസാരത്തിൽ അമിതമായ കർക്കശത ഒഴിവാക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ ലഭിക്കാനോ അവരുടെ നേട്ടങ്ങളിൽ അഭിമാനം തോന്നാനോ അവസരമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടുമെങ്കിലും ആഡംബര ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമാണ്. ശരീരത്തിന് ചൂട്, തലവേദന, കണ്ണിൻ്റെ ക്ഷീണം, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, ഹൃദയഭാഗത്ത് ചെറിയ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായ വിശ്രമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും പാലിക്കുന്നത് നല്ലതാണ്. ആദിത്യ ഹൃദയ പാരായണം ചെയ്യുക. ശിവക്ഷേത്രത്തിലോ സൂര്യക്ഷേത്രത്തിലോ ദർശനം നടത്തുക. കന്നിക്കൂറ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ആലോചനപരമായ തീരുമാനങ്ങളും കൃത്യമായ പ്രവർത്തന ശൈലിയും മികച്ച നേട്ടങ്ങൾ നൽകുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. അവ വിജയകരമായി പൂർത്തിയാക്കി അംഗീകാരം നേടാനും കഴിയും. ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും അക്കൗണ്ടിംഗ്, ഗവേഷണം, ഭരണകാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത അനുഭവപ്പെടുകയും പഴയ കുടിശ്ശികകൾ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതിനും ഇടയാകും. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കുമെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സൗമ്യമായ സമീപനത്തിലൂടെ പരിഹരിക്കേണ്ടതായി വരും. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ, വയറുവേദന, ചർമ്മ അലർജി, നാഡീക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണക്രമത്തിലും ശുചിത്വത്തിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഗുണകരമായിരിക്കും. ബുധനാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുക. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നതും ഗുണപ്രദമാണ്. തുലാക്കൂട് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ബന്ധങ്ങൾ, പങ്കാളിത്തങ്ങൾ, തൊഴിൽ മേഖല എന്നിവയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും അംഗീകാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും സഹകരണങ്ങളും വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്യും. മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ വീണ്ടും സജീവമാകാനും പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പ്രധാന തീരുമാനങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും പരിഗണിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ നടുവേദന, വൃക്ക സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ, ചർമ്മ പ്രശ്നങ്ങൾ, ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിശ്രമത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ആരാധന നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം ഗുണപ്രദമായിരിക്കും. ലക്ഷ്മി അഷ്ടോത്തരം പാരായണം ചെയ്യുക.
വൃശ്ചികക്കൂറ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിച്ച് പല കാര്യങ്ങളിലും മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ഏറെ നാളായി മുടങ്ങിക്കിടന്ന പദ്ധതികൾക്ക് വീണ്ടും ജീവൻ ലഭിക്കാനും സാധ്യതയുണ്ട്. മേലധികാരികളുടെ അംഗീകാരവും സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭിക്കുന്നതിനാൽ ഉത്തരവാദിത്വങ്ങൾ വിജയകരമായി നിറവേറ്റാൻ സാധിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഇടപാടുകളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ക്ഷമയോടെയും സൗമ്യതയോടെയും മുന്നോട്ടു പോയാൽ സമാധാനം നിലനിർത്താൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പഴയ കുടിശ്ശികകൾ ലഭിക്കാനോ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനോ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, ശരീരവേദന, മൂത്രാശയ സംബന്ധമായ അസ്വസ്ഥതകൾ, മാനസിക പിരിമുറുക്കം, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ജലദാനം, അന്നദാനം എന്നിവ ഗുണപ്രദമാണ്. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പുതിയ അവസരങ്ങളും അനുകൂലമായ മാറ്റങ്ങളും ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകളും അനുഭവ സമ്പത്തും അംഗീകരിക്കപ്പെടുകയും പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിദ്യാഭ്യാസം, നിയമം, ഭരണനിർവഹണം, ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിലും നിക്ഷേപങ്ങളിലും വായ്പാ ഇടപാടുകളിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ആവശ്യമായ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ദൂരയാത്രകൾ, പഠന കാര്യങ്ങൾ, വിദേശ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ ഇടയുണ്ട്. മുട്ടുവേദന, നടുവേദന, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, കരൾ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ആരാധനയും ദക്ഷിണാമൂർത്തി ക്ഷേത്ര ദർശനവും നടത്തുക. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. മകരക്കൂറ്. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കഠിനാധ്വാനത്തിനും ക്ഷമയ്ക്കും യോജിച്ച ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കാമെങ്കിലും അവ വിജയകരമായി പൂർത്തിയാക്കി മേലധികാരികളുടെ പ്രശംസ നേടാൻ സാധിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഇടപാടുകളും ദീർഘകാല നേട്ടങ്ങൾ നൽകുന്ന തീരുമാനങ്ങളും കൈക്കൊള്ളാൻ അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത അനുഭവപ്പെടുകയും പഴയ കുടിശ്ശികകൾ ലഭിക്കാനോ മുടങ്ങിക്കിടന്ന ധനകാര്യ വിഷയങ്ങൾ അനുകൂലമായി തീരാനോ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ മുതിർന്നവരുടെ ഉപദേശങ്ങൾ ഗുണകരമാവുകയും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. സന്ധിവേദന, മുട്ടുവേദന, നടുവേദന, ത്വക്ക് സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടായേക്കാം. ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും ഹനുമാൻ ആരാധന നടത്തുന്നതും കാക്കകൾക്ക് ചോറ് കൊടുക്കുന്നതും ഗുണകരമാണ്. കുംഭക്കൂറ്. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പുതിയ ആശയങ്ങളും പദ്ധതികളും പ്രാവർത്തികമാക്കാൻ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകളും സൃഷ്ടിപരമായ ചിന്തകളും അംഗീകരിക്കപ്പെടുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ഗവേഷണം, സാമൂഹിക പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഭാവിയെ മുൻനിർത്തിയുള്ള സാമ്പത്തിക ആസൂത്രണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കാനും ഇടയുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും സജീവമാവുകയും പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും. കാൽപാദങ്ങൾക്ക് വേദന, രക്തചംക്രമണ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ, നാഡീക്ഷീണം, ഉറക്കക്കുറവ്, അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകാം.
ശനിയാഴ്ചകളിൽ ശനീശ്വര ആരാധന നടത്തുന്നതും ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും ഗുണകരമാണ്. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ആത്മീയ ചിന്തകളും പ്രായോഗിക നേട്ടങ്ങളും ഒരുപോലെ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും മുടങ്ങിക്കിടന്ന പദ്ധതികൾ വീണ്ടും സജീവമാകാനും സാധ്യതയുണ്ട്. കലാ, സാഹിത്യ, വിദ്യാഭ്യാസ, ചികിത്സാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക അംഗീകാരവും പുരോഗതിയും പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടുമെങ്കിലും വികാരാധീനമായ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ആവശ്യമായ പിന്തുണ ലഭിക്കുകയും ചെയ്യും. മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്തകൾ ലഭിക്കാനും കുടുംബത്ത് മംഗളകരമായ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും. ദൂരയാത്രകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടും. ജലദോഷം, അലർജി, കാൽപാദങ്ങൾക്ക് വേദന, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുന്നതും ഗുണകരമാണ്.